പോലീസിനെ ഭീഷണിപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കല്യാശ്ശേരി MLA M. വിജിനെതിരെ കേസെടുക്കണമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കളക്ടറേറ്റ് വളപ്പിൽ സമരം നടത്തിയ 100ഓളം നഴ്സുമാർക്കെതിരെ കേസെടുത്ത പോലീസ് രംഗം വഷളാക്കിയ MLAക്കെതിരെ കേസെടുക്കാത്തത് പക്ഷപാതപരമാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ മത്സരിക്കുന്ന പോലീസിന് വിജിനെതിരെ കേസെടുക്കാൻ ഭയമാണെന്നും DCC പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം M. വിജിൻ MLA കല്യാശ്ശേരി MLA ആണ്. പോലീസുമായി വലിയ രീതിയിലൊരു വാക്കേറ്റമുണ്ടായി. അതിൻ്റെ പേരിൽ ഇപ്പോൾ M. വിജിൻ MLA സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും SIക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഈ മാർച്ച് ഒരു നഴ്സസ് അസോസിയേഷൻ്റെ മാർച്ചായിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത 100ഓളം ഈ നഴ്സുമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭരണകക്ഷി MLAയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു വാക്കുതർക്കത്തെയും ഈ ഒരു MLAയും പോലീസും തമ്മിലുള്ള ഈ ഒരു വാക്കേറ്റത്തെ വിലയിരുത്തുന്നത്? ഇതിനകത്ത് രണ്ടു കൂട്ടരും തെറ്റുകാരാണ്. ഇവിടെ കളക്ടറേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് സമരം നടത്തിയിരിക്കുന്നത്. അവിടെ പോയ ആ സമരക്കാർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയുന്നില്ല. പക്ഷേ അതിനുള്ളിൽ കയറിയ അവരോട് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം അതിന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണമായിരുന്നു. അതിന് പകരം അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് MLA തന്നെ ചെയ്തിരിക്കുന്നത് കലക്ടറുടെ ചേംബറിൻ്റെ തൊട്ടുമുട്ടിനുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ല. ആ പാവം സമരം നടത്തി ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. വിജിൽ കേസ് കൊടുത്തിരിക്കുന്നു, പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി കൊടുത്തിരിക്കുന്നതിനെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു. എന്താണ് MLA പറയുന്നത്? എനിക്കെതിരെ കേസ് എടുത്തോളാൻ. MLAക്കെതിരെ കേസ് എടുത്തോളാൻ MLA പറഞ്ഞിട്ടാണോ കേസെടുത്തത്? എനിക്കെതിരെ കേസെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടാണോ കേസെടുക്കേണ്ടത്? അത് പോലീസ് എടുക്കേണ്ട കേസല്ലേ? MLA എന്തിനാ പറഞ്ഞത് എനിക്കെതിരെ കേസെടുത്തോ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അടിച്ച് പരിക്കേൽപ്പിച്ച ക്രിമിനലായ പോലീസുകാർക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CPM നേതൃത്വം തന്നെ പറയുന്നു പോലീസ് കഴിവുകെട്ട പോലീസാണ് എന്ന് പറയുന്നു. പക്ഷെ പോലീസിൽ നല്ലവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് നല്ലവർ? കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നവർ നല്ല പോലീസുകാരും അതുപോലെ തന്നെ മറ്റേ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് അവർ മോശം പോലീസുകാർ. അത് ഗവൺമെൻറ്റിനെ താറടിക്കാൻ വേണ്ടിയുള്ള പോലീസ്. എന്ത് ന്യായമാണ്? എവിടുത്തെ ന്യായമാണ് ഈ പറയുന്നതിൽ അർത്ഥം എന്താണ്? CPM ഒന്ന് ആലോചിക്കേണ്ടത് പോലീസിനെ CPM ഉപയോഗിക്കുകയാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്തായാലും M. വിജിൻ MLAക്ക് ഉൾപ്പെടെ കേസെടുത്തുകൊണ്ട് പോലീസ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കണം. ഒരു ക്രമസമാധാന പ്രശ്നം എന്നുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ. അർജുൻ കല്യാടാണ് DCC പ്രസിഡന്റുമായി സംസാരിച്ചത്. അപ്പോൾ കല്യാശ്ശേരി വിഷയം അതിൽ പ്രധാന വാർത്തയായി തന്നെ നിൽക്കുകയാണ്.